അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നിട്ട് പോലും ഇതേ പറ്റിയൊരു വാക്ക് പറഞ്ഞില്ല. അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നിട്ട് പോലും ഇതേ പറ്റിയൊരു വാക്ക് പറഞ്ഞില്ല. ഇത്തരത്തിലുള്ള സെന്റൻസസ് നമ്മൾ പറയാറില്ലേ? എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വളരെ സിമ്പിൾ ആണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. വളരെ സിമ്പിൾ ആണെങ്കിലും മനസ്സിലുള്ള കാര്യം ഇംഗ്ലീഷിൽ പറയുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. വീഡിയോ ഈവൻ ദോ എന്ന വേർഡിനെ കുറിച്ചാണ്. നമ്മൾ മലയാളത്തില് എന്നിട്ട് കൂടി, എന്നിട്ട് പോലും എന്നൊക്കെ പറയാറില്ലേ? ഇംഗ്ലീഷില് അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഈവൻ ദോ ആണ്. ഇവിടെ നമ്മൾ ഒരു ഫാക്റ്റ് പറയുന്നു, അതിന്റെ റിസൾട്ടും. അത് കണക്ട് ചെയ്യാനാണ് നമ്മൾ ഈവൻ ദോ എന്ന് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് കൂടി, എന്നിട്ട് പോലും എന്ന അർത്ഥത്തില്. ഇനി നമുക്ക് സെന്റൻസ് നോക്കാം. ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി അവൻ നേരത്തെ എഴുന്നേറ്റു. ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി അവൻ നേരത്തെ എഴുന്നേറ്റു. ആയിട്ട് കൂടി അല്ലെങ്കിൽ എന്നിട്ട് പോലും ആ ഒരു സെൻസിലാണ് പറയുന്നത് അല്ലേ? ഈവൻ ദോ ഇറ്റ് വാസ് സൺഡേ, സൺഡേ ആയിരുന്നിട്ട് പോലും. ഈവൻ ദോ ഇറ്റ് വാസ് സൺഡേ, അവൻ നേരത്തെ എഴുന്നേറ്റു. ഹി വോക്ക് അപ്പ് early. അപ്പോൾ ഒരു ഫാക്ട് പറയുന്നു, അതിന്റെ അറ്റാച്ച് ചെയ്തൊരു റീസണും പറയുന്നു. ഈവൻ ദോ ഇറ്റ് വാസ് സൺഡേ ഹി വോക്ക് അപ്പ് early. അടുത്ത സെന്റൻസ്. എനിക്ക് കോഫി ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാനത് കുടിച്ചു. എനിക്ക് കോഫി ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാനത് കുടിച്ചു. അല്ലെങ്കിൽ പോലും നോക്കിയേ. ഈവൻ ദോ ഐ ഡോണ്ട് ലൈക്ക് കോഫി ഐ ഡ്രാങ്ക് ഇറ്റ്. ഞാനത് കുടിച്ചു. ഈവൻ ദോ ഐ ഡോണ്ട് ലൈക്ക് കോഫി ഐ ഡ്രാങ്ക് ഇറ്റ്. എനിക്ക് കോഫി ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാനത് കുടിച്ചു. അപ്പോൾ ഇഷ്ടമല്ലാതിരുന്നിട്ട് പോലും ഞാനത് ചെയ്തു. ആ ഒരു സെൻസിലാണ് ഈവൻ ദോ നമ്മൾ യൂസ് ചെയ്തത്. അടുത്ത സെന്റൻസ്. സുഖമില്ലാതിരുന്നിട്ട് പോലും ഞാൻ ജോലിക്ക് പോയി. സുഖമില്ലാതിരുന്നിട്ട് പോലും ഞാൻ ജോലിക്ക് പോയി. ഈവൻ ദോ I was sick. Even though I was sick, I went to work. സുഖമില്ലാതിരുന്നിട്ട് പോലും ഞാൻ വർക്കിന് പോയി, ജോലിക്ക് പോയി. Even though I was sick, I went to work. ട്രാഫിക് കൂടുതലായിരുന്നിട്ട് പോലും അവൾ നേരത്തിനെത്തി. അപ്പോൾ ഹെവി ട്രാഫിക് ആയിരുന്നു, എന്നിരുന്നാൽ പോലും അവൾ നേരത്തിനെത്തി. എങ്ങനെ പറയാം? ഈവൻ ദോ the traffic was heavy, she reached. സമയത്തിനെത്തി എന്നല്ലേ? ഓൺ ടൈം. അപ്പോൾ ഹെവി ട്രാഫിക് ആയിരുന്നു, എന്നിട്ട് പോലും സമയത്തിന് അവൾ എത്തി. ഈവൻ ദോ ദ ട്രാഫിക് വാസ് ഹെവി ഷീ റീച്ച്ഡ് ഓൺ ടൈം. ഇനി നമ്മൾ പറയാറില്ലേ, ഞാൻ അവനെ ഓർമ്മിപ്പിച്ചെങ്കിലും അവൻ അത് മറന്നു. ഞാൻ അവനെ ഓർമ്മിപ്പിച്ചെങ്കിലും അവൻ അത് മറന്നു. എങ്ങനെ പറയാം? ഈവൻ ദോ I reminded him, he forgot. അവൻ മറന്നു. Even though I reminded him, he forgot. ഞാൻ അവനെ ഓർമ്മിപ്പിച്ചെങ്കിലും അവനത് മറന്നു. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എന്നിരുന്നെങ്കിലും, എങ്കിൽ പോലും എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്ന വേർഡ് ഈവൻ ദോയാണ്. ലാസ്റ്റ് സെന്റൻസ് നോക്കി. ഞാൻ വിശന്നിരുന്നിട്ട് പോലും എല്ലാവരെയും വെയിറ്റ് ചെയ്തു. ഞാൻ വിശന്നിരുന്നിട്ട് പോലും എല്ലാവരെയും വെയിറ്റ് ചെയ്തു. ഈവൻ ദോ വിശന്നിരുന്നിട്ട് പോലും അല്ലേ? ഐ വാസ് ഹംഗ്രി. എനിക്ക് നല്ല വിശപ്പായിരുന്നു, എന്നിട്ട് പോലും ഞാൻ എല്ലാവരെയും വെയിറ്റ് ചെയ്തു. ഐ വെയിറ്റഡ് ഫോർ എവ്രി വൺ. വിശന്നിരുന്നിട്ട് പോലും ഞാൻ എല്ലാവരെയും വെയിറ്റ് ചെയ്തു. ഈവൻ ദോ ഐ വാസ് ഹംഗ്രി, ഐ വെയിറ്റഡ് ഫോർ എവ്രി വൺ.
ചെറിയൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഈവൻ ദോ ചെറുതാണെങ്കിലും വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സെന്റൻസ് പറഞ്ഞിരുന്നു. മനസ്സിലായവര് ആ സെന്റൻസ് ഇനിയൊന്ന് പറഞ്ഞു നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.